ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ലേ വിത്ത് ജെറി. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് കാനഡയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ടുള്ള കിങ്സ്റ്റൺ എന്ന് പറയുന്ന സിറ്റിയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 360 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് നമ്മൾ ഓൺ റോഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഓൺ റോഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഓൺ റോഡ് എന്താണെന്ന് ശരിക്കും കാണിച്ചു തരാം. ഇതാണ് ഓൺ റോഡ്. പല പല കടകളുണ്ട് ഇവിടെ. സ്റ്റാർബക്സ്, ടിം ഹോട്ടൻസ്, പബ്ലിക് വാഷ്റൂം, പിന്നെ നമ്മൾ മേടിക്കുന്ന ഈ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഇരുന്ന് കഴിക്കാനും പറ്റിയ നല്ലൊരു സ്പേസും ഇവിടെയുണ്ട്. ഇതുപോലെ ലോങ് ജേർണി പോകുമ്പോൾ ഗ്യാസ് അടിക്കാനും ഭക്ഷണം മേടിക്കാനും ഒന്ന് റിഫ്രഷ് ആകാനുമുള്ള ഒരു സ്റ്റോപ്പ് ഓവറാണ് ഓൺ റൂട്ട്. ഇവിടെ ഇപ്പോൾ ഫാൾ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ മരങ്ങളും ഇലകളും കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഞാൻ വീഡിയോൻ്റെ അവസാനം ആകുമ്പോഴേക്ക് കാണിക്കാം. അങ്ങനെ 6 hours ഡ്രൈവ് ചെയ്ത് നമ്മൾ 1000 ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാനഡയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് 1000 ഐലൻഡ്സ്. ഇങ്ങനൊരു പേര് വരാൻ കാരണം ഇവിടെ 1000-ലധികം ഐലൻഡ്സ് ഉണ്ട്. ഈ ഐലൻഡ്സ് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യം. ഈ ഐലൻഡ്സ് കാണാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ബോട്ട് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രിപ്പ് തന്നെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാർക്കാണ് ജോയൽ സ്റ്റോൺ പാർക്ക്. നമ്മളിപ്പോൾ ഉള്ളത് അവിടെയാണ്. ചുമ്മാ എടുത്ത ഡിസിഷൻ ആണെങ്കിലും ഫാൾ സീസണിൽ തന്നെ ഈ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തത് വളരെ നന്നായി. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ആ ബോട്ട് ട്രിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സെയിന്റ് ലോറൻസ് റിവറിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. ചുമ്മാ നടക്കാനും പിള്ളേരായിട്ട് വരുന്നവർക്കാണെങ്കിൽ കളിക്കാനും ബോട്ടുള്ളവർക്ക് ബോട്ട് റൈഡ് ചെയ്യാനും ഇതൊന്നും അല്ലാതെ പ്രൈവറ്റ് യാച്ചും നമുക്കിവിടെ കാണാൻ പറ്റും. കാനഡയിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണ് സെയിന്റ് ലോറൻസ് റിവർ. പലതരത്തിലുള്ള മീനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. 85-ലധികം ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ പല കാരണങ്ങളാൽ ഈ മീനുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വംശനാശം നേരിടുന്ന മീനിനെ സേവ് ചെയ്യാനായിട്ട് പല ക്രിട്ടിക്കൽ സോൺസ് ഈ റിവറിലുണ്ട്. പൊല്യൂഷൻ, ഡാം കൺസ്ട്രക്ഷൻ, അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ് ഇതിൻ്റെ മെയിൻ റീസൺസ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ ബോട്ട് റൈഡ് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടു. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു അറ്റ്മോസ്ഫിയർ. കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഇത്. നല്ല കാറ്റുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നടക്കാനൊക്കെ പറ്റിയ നൈസ് ഒരു ആംബിയൻസ് ആയിരുന്നു. നമ്മുടെ ബോട്ട്സ് വെള്ളത്തിലിറക്കാനും യാച്ചിൽ ഓൺ ബോർഡ് ചെയ്യാനും ഓഫ് ബോർഡ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇത്. ഈ റിവറിന്റെ ഒരു സൈഡ് മാത്രമാണിത്. ഇനി നമുക്ക് എന്തായാലും മറ്റേ സൈഡിലേക്ക് പോകാം. സൺസെറ്റ് വ്യൂ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. 10 മണിക്ക് രാത്രിയാവുന്ന സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 7 മണിയാകുമ്പോഴത്തേനും സൺസെറ്റ് ആവും, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഈ ഒരു റിവർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ക്രൂയിസ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ മെയിൻ ലക്ഷ്യം 1000 ഐലൻഡ്സ് കാണുക എന്നതായതുകൊണ്ട് നമ്മൾ ഈ ഒരു സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് പോലെ വന്ന ഈ ഒരു റിവർ വിസിറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സമ്മർ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്ക് അവർ ക്ലോസ് ചെയ്യും. മോസ്റ്റ്ലി ഒക്ടോബറിലെ താങ്ക്സ് ഗിവിംഗ് ടൈമിലാണ് ഇതൊക്കെ ക്ലോസ് ചെയ്യുക. ഇതൊക്കെ ഇനി റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഇയർ സമ്മർ ടൈം ആകണം. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ യുദ്ധകാലത്ത് ഈ ഒരു ഭൂമി എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനും ഇവിടെയുണ്ട്. 1790s US-ഉം ബ്രിട്ടനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരനായ ജോയൽ സ്റ്റോൺ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഈ ഒരു ചെറിയ സിറ്റി. അന്നത്തെ കാലത്ത് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്ത കാനഡ ബ്രിട്ടന് വേണ്ട എല്ലാ സാധന സാമഗ്രികൾ അയച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ലേക്ക് വഴിയാണ്. ഈ ഒരു സപ്ലൈ നിർത്താൻ വേണ്ടിയിട്ട് 1812 US ഈ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് കാനഡയ്ക്ക് ബ്രിട്ടനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് കാനഡ വിജയിക്കുകയാണ് ചെയ്തത്. 1814 യുദ്ധം തീർന്നെങ്കിലും അതിൻ്റെ ഒരു അനുസ്മരണം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട മാപ്പും സംഭവങ്ങളൊക്കെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ പാർക്കിനെ എന്തുകൊണ്ട് ജോയൽ സ്റ്റോൺ പാർക്ക് എന്ന് വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ അതിനു ചുറ്റും ഒരുപാട് നേരം നടന്നു, പിന്നെ നല്ലൊരു സൺസെറ്റ് കണ്ടു, വ്യൂ ആസ്വദിച്ചു. ഇനി നമുക്ക് വരുന്നത് ബോട്ട് റൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 1000 ഐലൻഡ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.